ഹായ് ഗൈസ്, അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഇത് നോർമൽ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നോ, ഫസ്റ്റ് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 1/4 കപ്പ് ചോക്ലേറ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഒരു ബൗളിലേക്ക് 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളുപ്പ്, ഇത്രയായിട്ട് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു 3 വട്ടം അരിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ 1 വട്ടം അരിച്ചെടുക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് 1 മുട്ടയുടെ ആവശ്യമുള്ളത്. പിന്നെ നമുക്കൊരു വിസ്കും കൂടെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇലക്ട്രിക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ 1 മുട്ടയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് വെച്ച് വിസ്ക് വെച്ച് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് ഈ പരുവത്തിലാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ചൂടോടെ ചേർത്ത് കൊടുക്കരുത്, കുറച്ച് ആറിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഓവർ മിക്സ് ആവാൻ പാടില്ല കേട്ടോ. ഇത് ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും ഓവർ മിക്സ് ആവാതെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്കായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്യുക, പിന്നെ കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്യുക, അങ്ങനെ വേണം ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊന്നും ഓവർ മിക്സ് ആവാൻ പാടില്ലേ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ബേക്ക് ചെയ്യാനുള്ള ടിന്നിലേക്ക് ഇനി ഇത് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ ഗ്രീസ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം. ഇതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനാണ്. ഇപ്പോൾ ഇവിടെ ഗ്യാസ് സ്റ്റോപ്പിലാണ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനാണ്. ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.